ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. സ്ട്രോബെറി ക്രീമി പുഡിങ്ങാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 15 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ചൈന ഗ്രാസാണ് വേണ്ടത്. ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത ചൈന ഗ്രാസാണിത്. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് കുതിർത്തി വെക്കണം ഒരു 10 മിനിറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കാം. ഇനി നമുക്ക് സ്ട്രോബെറി ഒന്ന് അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് നമുക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനെടുത്ത സ്ട്രോബെറി കുറച്ച് പുളിയുള്ള സ്ട്രോബെറിയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന സ്ട്രോബെറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയൊക്കെ അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളിതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്ട്രോബെറിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് സെറ്റാവും. അതുകൊണ്ട് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ എടുത്തത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ബൗളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെറിയ ബൗളുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഞാൻ ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ തീ ഇപ്പോൾ ഒരു മീഡിയം തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല, നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റാണ് അതിന്. അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമാണ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഒത്തിരി നേരം അങ്ങ് തിളക്കിയതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും. ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഇപ്പോൾ നന്നായിട്ട് തണുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.